അപ്പോൾ ഇതാണ് നമ്മുടെ IMOU, അതായത് ഇമു ക്യാമറ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ക്യാമറയിൽ വയേർഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വയർലെസ്സും വയേർഡുമായിട്ട് ഈ ക്യാമറ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ക്യാമറയോടൊപ്പം വന്നിരിക്കുന്ന ഈ ഒരു അഡാപ്റ്റർ ഇതിന് 1.5 മീറ്റർ നീളം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പവർ കോഡിലേക്ക് കണക്ട് ചെയ്യുകയാണ്. കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇതിൻ്റെ അതർ സൈഡ് നമ്മൾ പ്ലഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് ലൈറ്റ് തെളിയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു റെഡ് ലൈറ്റ് ഗ്രീനായി മാറുന്ന സമയത്താണ് നമ്മുടെ ക്യാമറ നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് IMOU ലൈഫ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇത് ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കേസിനകത്ത് ഇപ്പം ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് വെറുതെ അത് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റലേഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ലോഗിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇനി അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ലോഗിൻ ചെയ്യുവാണ്. അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. പാസ്വേഡ് അടിച്ച് ഞാൻ ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ കേസ് നിങ്ങൾ ആ പാസ്വേഡ് മറന്നു പോയാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താഴെയായിട്ട് കണ്ടോ ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ID ചോദിക്കും. ആ മെയിൽ ID കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ മെയിലിലേക്ക് ഒരു OTP വരും. അങ്ങനെ നിങ്ങൾക്ക് പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ നോട്ട് ചെയ്തേക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ID വെച്ചിട്ട് തന്നെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, മൊബൈൽ നമ്പർ വെച്ചിട്ടല്ല. അപ്പോൾ ഇവിടെ ഞാനിപ്പം യൂസർ IDയും പാസ്വേഡും കൊടുത്തു, നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പുതിയ പേജിലേക്ക് എത്തും. ആ ഒരു പേജിൽ നമുക്കിവിടെ ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ. നമ്മുടെ ഈ ഒരു ക്യാമറ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓണാക്കി വെച്ച സമയത്ത് നമ്മുടെ ക്യാമറയെ ഓട്ടോമാറ്റിക് ഈ ഒരു ഫോൺ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ക്യാമറയിലും ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കാം, ബ്ലൂടൂത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഇൻസ്റ്റലേഷൻ വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഈ ക്യാമറയെ നിങ്ങളുടെ ഫോൺ ഡിറ്റക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ദേ ഇവിടെ ഒരു പ്ലസ് സൈൻ കണ്ടോ, ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻസ് അല്ലാതെ കാണിക്കുന്നുണ്ട്. സ്കാൻ QR കോഡ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓൺ ആകും. ഈ ക്യാമറയുടെ മുകളിൽ ഒരു QR കോഡ് അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് സ്കാൻ ചെയ്താൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാനുവലി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനുവലായിട്ട് ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഇതിപ്പോൾ ഔട്ട്ഡോർ PT ക്യാമറയാണ്. അപ്പോൾ ഞാൻ ഔട്ട്ഡോർ PT എന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ക്യാമറയുടെ സീരിയൽ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റി കോഡും കൂടെ കൊടുത്തുകൊണ്ട് എനിക്കിവിടെ മാനുവൽ ആഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആഡിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ പ്ലസ് സൈനിൽ പ്രസ് ചെയ്യുന്നു, സ്കാൻ QR കോഡ് എന്ന് കൊടുക്കുന്നു. ഞാൻ ഈ ക്യാമറയുടെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും. ഇത് കണ്ടോ, ബ്ലൂടൂത്ത് ഓൺ ആക്കാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഒരു ക്യാമറയ്ക്കകത്തും ബ്ലൂടൂത്ത് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോണിലെ ബ്ലൂടൂത്തും കൂടെ ഓൺ ആക്കിയാലാണ് ഇത് തമ്മിൽ കണക്ഷൻ വരിക. നിങ്ങളുടെ ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ആക്കാതെ നിങ്ങൾ നെക്സ്റ്റ് അടിക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടുണ്ട്, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഈ LED പച്ച കളറിൽ കത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് LED പച്ച കളറിൽ കത്തുന്നുണ്ടെന്ന്. കണ്ടോ, LED ഈസ് സ്ലോവിലി ഫ്ലാഷിങ് ഗ്രീൻ. നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, വീണ്ടും എനേബിൾ ലൊക്കേഷൻ സർവീസാണ്, എനേബിൾ ചെയ്യുക. അലോ വൈൽ യൂസിങ് ദി ആപ്പ് കൊടുത്തു. അതിനുശേഷം പ്ലേസ് യുവർ ഡിവൈസ് നിയർ ദി റൗട്ടർ ആൻഡ് യുവർ മൊബൈൽ ഫോൺ. ഓക്കെ, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് പ്ലീസ് കണക്ട് യുവർ വൈഫൈ നെറ്റ്വർക്ക് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2.4 GHz വൈഫൈ മാത്രമാണ് ഈ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ക്യാമറയുടെ ഡാറ്റ ഷീറ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ 5 GHz അതുപോലെ 6 GHz ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു ക്യാമറയ്ക്കകത്ത് 2.4 GHz മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അപ്ഡേറ്റോട് കൂടി ചിലപ്പോൾ ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ക്യാമറയുടെ ഡാറ്റ ഷീറ്റിൽ അവർ കൊടുത്തേക്കുന്നത് 5 GHz സപ്പോർട്ടീവ് ആണെന്നാണ്. പക്ഷേ 5 GHz ഇവിടെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ
2.4 GHz ബാൻഡിലേക്ക് കണക്ട് ചെയ്യുകയാണ്. 2.4 GHz ബാൻഡിൽ നമ്മുടെ ഫോൺ നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് 2.4ഉമായിട്ട് ഈ ക്യാമറയെ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് 2.4ലേക്കാണ്. അപ്പോൾ ഞാൻ നെക്സ ജിയോ 2.4 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ക്യാമറയെ കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഈ ക്യാമറ നമ്മുടെ വൈഫൈയുമായിട്ടൊരു ലിങ്ക് നമ്മുടെ മൊബൈലിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ 2.4ലേക്ക് കണക്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ ഈ ഒരു ഓപ്ഷനിൽ എത്തിയ ശേഷം നമ്മുടെ ഇത് മാറ്റി കൊടുക്കാം. ഒന്ന് ബാക്ക് അടിക്കാം, വീണ്ടും നെക്സ്റ്റ് അടിക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തേക്കണം കേട്ടോ വൈഫൈ നെക്സ ജിയോ 2.4. എന്നിട്ട് ഇതിൻ്റെ പാസ്വേഡ് കൊടുക്കുക, ഈ ഒരു വൈഫൈയുടെ പാസ്വേഡ്. ഇപ്പോൾ ഞാൻ വൈഫൈയുടെ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് റിമെമ്പർ ദി പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഇട്ടു. എന്നിട്ട് ഓക്കെ അടിക്കുകയാണ്. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ പെയറിങ് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നോക്കാം പെയർ ആവുമോ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്യാമറയുമായിട്ട് നമ്മുടെ മൊബൈൽ ആപ്പ് ലിങ്ക് ആയിട്ടുണ്ട്. ഡിവൈസ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. മറ്റേ അവരുടെ സർവേയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഹോം മോണിറ്ററിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ എവിടെയാണ് നിങ്ങൾ ക്യാമറ കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനത് എൻട്രി വേയിലാണ് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അടിക്കുന്നു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം നോക്കുക. ഡിവൈസ് QR കോഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കണം കാണാൻ പറ്റും. ഈ ഡിവൈസ് QR കോഡ് തീർച്ചയായിട്ടും നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ആ QR കോഡ് സേവ് ആകും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പം എന്നറിയോ, ഈ ക്യാമറയിലെ QR കോഡ് ചിലപ്പോൾ ഞാൻ ആ QR കോഡ് കാണിക്കുന്നില്ല ഫോർ സെക്യൂരിറ്റി റീസൺസ്. അപ്പോൾ ഈ QR കോഡ് ചിലപ്പോൾ മാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മാഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സീരിയൽ നമ്പർ നോക്കി ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. സീരിയൽ നമ്പർ ഇവിടെ അവർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാമറ യൂസ്ലെസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് QR കോഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇമെയിലിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കണം. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഡൺ എന്നടിക്കുക കേട്ടോ. ഇനി ഇവിടെ ക്ലൗഡ് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 മന്ത് നമുക്ക് ക്ലൗഡ് ഫ്രീ ആണ്. അതിനുശേഷം അത് പേയ്മെൻറ്റ് വരും. ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് അടിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ആ 1 മന്ത് ക്ലൗഡ് ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ സ്കിപ്പ് ചെയ്യുവാണ് കേട്ടോ. ഗീവ് അപ്പ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡിവൈസ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആഡഡ് ടു പ്രൊട്ടക്ട് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ, പ്ലീസ് വെരിഫൈ ആൻഡ് അപ്ഡേറ്റ് ദ ഡിവൈസ് പാസ്വേഡ്. ലേറ്റർ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്.